ഫസ്റ്റ് ബ്ലോക്കിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ബ്ലോക്കിലെ ഒരു പോയത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ ആ പോയം നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ഒരു പോയം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയുകയും ചെയ്യാലോ. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, 10ലെ ടെക്സ്റ്റ് പോലെ തന്നെ ഒരു ലിറ്ററേച്ചർ റീഡറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സാഹിത്യം, ലിറ്ററേച്ചർ. ഇപ്പൊ ലിറ്ററേച്ചറിനകത്ത് there are of course poems, essays, novels, stories, one-act plays and the like. ഇപ്പോഴും ഒരുപാട് കാണാൻ പറ്റും. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ്സേസ് ഉണ്ടാവാം, സ്റ്റോറീസ് ഉണ്ടാവും, നോവൽസ് ഉണ്ടാവാം, എസ്സേസ് ഉണ്ടാവാം, അങ്ങനെ പലതും. ഇപ്പോഴും ലിറ്ററേച്ചർ, അതായത് സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലക്ട്സ് സൊസൈറ്റി. അത് റിഫ്ലക്ട് ചെയ്യുന്നു സൊസൈറ്റിയെ, സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ഇറ്റ് റിഫ്ലക്ട് സൊസൈറ്റി. ഇപ്പോൾ സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് സാഹിത്യം. ഈ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങളാണ് സാഹിത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ലിറ്ററേച്ചർ മസ്റ്റ്, literary works, it is said, must instruct and delight. Must instruct and delight. നമ്മളൊരു സാഹിത്യകൃതി വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം, നമുക്ക് രസം തോന്നണം. അതുപോലെ നമ്മളെ അതെന്തെങ്കിലും പഠിപ്പിക്കുകയും വേണം. ഇറ്റ് മസ്റ്റ് ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ്. അത് ഇൻസ്ട്രക്ട് ചെയ്യണം, ഡിലൈറ്റ് ചെയ്യണം. There is another theory, art for art's sake. കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ തിയറി ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇറ്റ് മസ്റ്റ് ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ്. ജനറലി ഒരു സാഹിത്യകൃതി നമ്മളെ സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയും ചെയ്യണം. ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ്. ഇറ്റ് മസ്റ്റ് ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ്. ആൻഡ് now when we say instruct and delight are the key words. ഇതാണ് യഥാർത്ഥ കീ വാക്കുകൾ എന്ന് പറയുന്ന. ഇതാണ് ഇൻസ്ട്രക്ഷനും ഡിലൈറ്റും. നിങ്ങളിപ്പോൾ ചെറുതിലേക്ക് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കഥകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യും, ഡിലൈറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ചെറുതിലെ പഠിച്ചിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഒരു നമ്മൾ ചെറിയ കഥയെങ്ങാണ് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കുക. ഇപ്പം അത്യാഗ്രഹിയും അസൂയക്കാരനും പഠിച്ചിട്ടില്ലേ? അപ്പോഴും ഒരിടത്തൊരു അത്യാഗ്രഹിയും ഒരു അസൂയക്കാരനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങും. ഇപ്പം അസൂയക്കാരൻ തപസ് ചെയ്യാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അത്യാഗ്രഹി തപസ് ചെയ്യാനായിട്ട് പോകുന്നു. അസൂയക്കാരനും കൂടെ പോയിരുന്ന് തപസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഉഗ്രമായ തപസ്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ദൈവം ആകട്ടെ ഇവരെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ഒരാൾ വരം ചോദിച്ചാൽ മതി, ആദ്യം ചോദിക്കുന്നതിന്റെ ഇരട്ടി രണ്ടാമത്തെ വ്യക്തിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ആരും ചോദിക്കാൻ കൂട്ടാക്കിയില്ല, കാരണം എല്ലാവർക്കും ഇരട്ടി വേണമായിരുന്നു. അത്യാഗ്രഹി യാതൊരു കാരണവശാലും ചോദിക്കുകയില്ല. വീണ്ടും കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ അവസാനം അസൂയക്കാരൻ അത് ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അസൂയക്കാരൻ വരം ചോദിച്ചു. ഇതായിരുന്നു, എൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചേക്കണേ ദൈവമേ എന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങൾക്ക് ഫലം ഊഹിക്കാമല്ലോ. അത്യാഗ്രഹിക്ക് അതിൻ്റെ ഇരട്ടി കിട്ടി. അത്യാഗ്രഹിയുടെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കുന്നു. അപ്പോഴും നമ്മൾ ഈ കഥ വായിക്കുന്നു, അതായത് നമ്മളല്ലെങ്കിൽ ഇത് കാണുന്നു. രണ്ടുപേരും തപസ് ചെയ്യാൻ പോകുന്നത് അത്യാഗ്രഹത്തിന്റെ എംബോഡിമെന്റ് ആയിട്ടുള്ള അത്യാഗ്രഹി, അസൂയയുടെ എംബോഡിമെന്റ് ആയിട്ടുള്ള അസൂയക്കാരൻ. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അസൂയക്കാരൻ അത്യാഗ്രഹിയും പിടിച്ചുകൊണ്ട് വരുന്നു. ഒരാൾക്ക് 1 കണ്ണേ ഉള്ളൂ, ഒരാൾക്ക് 2 കണ്ണും പോയി. അപ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, ഡിലൈറ്റ് ഉണ്ടാവുന്നു. ഇതാണ് നമ്മൾ സാഹിത്യകൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർഗേഷൻ, ഒരു പ്യൂരിഫിക്കേഷൻ. നമ്മളുടെ മനസ്സൊന്ന് ശുദ്ധമാവണം. നമ്മളിപ്പോൾ ഒരു കൃതി വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് കുറച്ച് ശുദ്ധമാവും. നമ്മളുടെ മനസ്സിലുള്ള കുറെ കൊള്ളരുതായ്മകൾ മാറും. എന്നിട്ട് നമ്മൾ കുറെ കൂടെ നന്നാക്കണം. പർഗേഷൻ, കഥാർസിസ്, പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ വാക്കുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഥാർസിസ് അല്ലെങ്കിൽ പർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മൈൻഡ്. നമ്മൾ നാടകം കാണാൻ പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. നമ്മൾ നാടകം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കൊള്ളരുതാത്ത കുറെ വികാരങ്ങളൊക്കെ അങ്ങ് പോകണം. ഇപ്പൊ ഈ കഥ കേട്ടിട്ട് അത്യാഗ്രഹവും അസൂയയും നന്നല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിലുള്ള അത്യാഗ്രഹവും അസൂയയും കുറയുന്നു.
അത്യാഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 കണ്ണ് പോകാൻ സാധ്യതയുണ്ട്, അസൂയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 കണ്ണ് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇതാണ് സാഹിത്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ there are of course poems, essays, novels, stories, one-act plays, etc. Now, as far as English literature is rich, as far as its literary works are concerned, ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറയുന്ന സമ്പൽ സമർത്ഥമാണ് സാഹിത്യ കൃതികൾ കൊണ്ട്. Poems, there are several poets. As you know, Shakespeare is of course the head. Shakespeare is the major poet. ഏറ്റവും പ്രശസ്തനായ കവി ഷേക്സ്പിയർ ആണ്. Then we have the epic poet of England, Milton. പാരഡൈസ് ലോസ്റ്റ് എന്ന എപ്പിക്കൊക്കെ എഴുതിയ മിൽട്ടൺ എന്ന് പറയുന്ന ബ്ലൈൻഡ് പോയിറ്റ്, അന്ധനായ കവി. Then we have many other poets, familiar poets like Wordsworth, Shelley, Keats, Browning, T.S. Eliot, Tennyson, T.S. Eliot, and many poets are there. But now, today, we are concerned with a poem. Now, the question is, what's poetry? എന്താണ് ഈ പോയട്രി എന്ന് പറഞ്ഞാൽ? What is poetry? It is very difficult to answer. There is a famous definition. If you ask me, I don't know. If you do not ask me, I do know. If you ask me, I don't know. പോയട്രി ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. If you do not ask me, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലോ എനിക്കറിയാം. എന്താണ് ഇതിന്റെ അർത്ഥം? We have a sense of what poetry is. നമുക്കൊരു സെൻസ് ഉണ്ട് എന്താണ് പോയട്രി എന്ന് വെച്ചാൽ. പോയട്രി എന്താണെന്ന് നമുക്കറിയാം. But to define it is difficult. After all, to define something is to imprison it. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്നിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുപോലെയാണ്? അതിനെ ഇംപ്രസൻ ചെയ്യുന്ന പോലെയാണ്, അതിന്റെ വളർച്ചയെ തടയുന്ന പോലെയായിരിക്കും അല്ലേ? ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഇംപ്രസൻ ചെയ്യുന്നത് പോലെയാണ്. Anyway, there are many definitions. You might have heard of Wordsworth's famous definition: spontaneous overflow of powerful feelings. Poetry is the spontaneous overflow of powerful feelings recollected in tranquility. അപ്പോൾ വികാരങ്ങളുടെ തീവ്രമായ ഒഴുക്ക്, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയും വീട്ടിൽ വന്ന് ചാരുകസേലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളുടെ വികാരങ്ങൾ, അതിനെപ്പറ്റിയുള്ള നമ്മളുടെ വികാരങ്ങൾ തീവ്രമായ രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നതാണ് കവിത. മേ ബി ട്രൂ ഓഫ് വേഡ്സ്വർത്ത് പോയിന്റ്. വേഡ്സ്വർത്തിന്റെ പോയിന്റ്സിനെ പറ്റിയൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഡെഫിനിഷൻ ശരിയായിരിക്കാം. ദേ ആർ സ്പോണ്ടേനിയസ് ഓവർഫ്ലോസ് ഓഫ് പവർഫുൾ ഫീലിങ്സ്. And there are some other poets who compose poetry at the spur of the moment. ആ നിമിഷം തന്നെ കവിത എഴുതുന്നവരുണ്ടാവാം. Poetry is said to be musical thought. കവിതയെ മ്യൂസിക്കൽ തോട്ട് എന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് സെഡ് ടു ബി മ്യൂസിക്കൽ തോട്ട്. കാവ്യാത്മക ചിന്തയാണ് കവിത. മ്യൂസിക്കൽ തോട്ട്, കാവ്യാത്മകമായ ചിന്തയെ നമുക്ക് കവിത എന്ന് വിളിക്കാമെന്ന് ഒരാൾ പറയുന്നു. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദ ബെസ്റ്റ് ഓർഡർ says another. The best words in the best order. നല്ല വാക്കുകൾ നല്ല രീതിയിൽ അടുക്കി വെച്ചാൽ അത് കവിതയാവും എന്ന് പറയുന്നു. അപ്പോഴ് കവിതയെ ഡിഫൈൻ ചെയ്യുക പാടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യത്തെ ഡെഫിനേഷൻ തന്നെയാണ് നല്ലത്. ഇഫ് യു ആസ്ക് മീ ഐ ഡോണ്ട് നോ, ഇഫ് യു ഡു നോട്ട് ആസ്ക് മീ ഐ ഡു നോ. അപ്പോഴ് ഒരുപാട് നല്ല കവിതകളുണ്ട്, നല്ല ഡെഫിനേഷൻ ഒന്നും പറയാൻ പറ്റുകയില്ല. പ്രോസ് പോലെ ഇരിക്കുന്ന കവിതകളുണ്ട്. ഒരുപാട് പ്രോസുകൾ പലപ്പോഴും കവിതാ രൂപത്തിലിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വായിച്ചാൽ കവിതയല്ലേ എന്ന് തോന്നിപ്പോകുന്നതുകൊണ്ട്. എനിവേ, there are several definitions. And now, as far as poetry is concerned, there are of course lyric poems. പോയട്രിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ലിറിക് അതിലൊന്നാണ്. എപ്പിക്ക്, ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, മിൽട്ടൺ ഒരു എപ്പിക്ക് എഴുതിയിട്ടുണ്ട്. ഇതിഹാസ ഗ്രന്ഥ എപ്പിക്ക്, നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ പോലുള്ള ഇംഗ്ലീഷിൽ വന്ന് പാരഡൈസ് ലോസ്റ്റ് എപ്പിക്ക്. ലിറിക്, എപ്പിക്ക്, സോണറ്റ്, എലിജി,
അപ്പോഴിങ്ങനെ ഡ്രാമാറ്റിക് മോണലോഗ്, അപ്പോഴിങ്ങനെ ഒരുപാട് തരത്തിലുള്ള കവിതകളുണ്ട്. ലിറിക് ഉണ്ട്, എപ്പിക് ഉണ്ട്, സോണറ്റ് ഉണ്ട്, എലിജി ഉണ്ട്, ഡ്രാമാറ്റിക് മോണലോഗ് ഉണ്ട്. ഇപ്പോഴ് പോയംസ് എന്ന് പറയുമ്പോൾ ലിറിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവഗീതമാണ് ലിറിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ലിറിക് പോയിട്രി, ഭാവഗീതം. ഇപ്പോഴും ഭാവഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വേഡ്സ്വർത്തിന്റെ പോയംസ് നമ്മൾ പറഞ്ഞു. വേഡ്സ്വർത്തിന്റെ കവിതകൾ പലതും അതിന് എക്സാമ്പിൾ ആയിട്ട് ഡാഫഡിൽസ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഡാഫഡിൽസ്, ഇപ്പൊ ഡാഫഡിൽസ്, വേഡ്സ്വർത്ത് ഡാഫഡിൽസിനെ പറ്റി പറയുന്നു. ഡാഫഡിൽസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 10,000 I saw at a glance fluttering and dancing in the breeze. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു 10,000 ഡാഫഡിൽസിനെ കണ്ടു, ആ ചെടികളെ കണ്ടു, 10,000 ചെടികൾ. ഫ്ലട്ടറിങ് ആൻഡ് ഡാൻസിങ് ഇൻ ദ ബ്രീസ്, ഇളം കാറ്റിന്റെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടുന്ന ആ 10,000 ഡാഫഡിൽസിനെ കണ്ടു എന്ന് എഴുതി വെച്ചു. ഇതൊരു ലിറിക്കാണ്. അപ്പൊ ഡാഫഡിൽസ് നൃത്തം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് എഴുതി വെച്ചു. അത് ലിറിക്കിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ സോളിറ്ററി റീപ്പർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി കൊയ്യുന്നത് കണ്ടു, കൊയ്യുകയും പാടുകയും ചെയ്യുന്നായിരുന്നു. The music in my heart I bore long after it was no more. അപ്പോഴങ്ങനെ ആ കൊയ്ത്തുകാരിയെ പറ്റി എഴുതി. അല്ലെങ്കിൽ എന്താണ് ഒരു ഫിഡിലിറ്റി, ഒരു പട്ടിയെ പറ്റി എഴുതി. അപ്പോൾ ഇതൊക്കെ തന്നെ എന്തിന് എക്സാമ്പിൾ എന്ന് പറയാം? ലിറിക് പോയംസ്. നമ്മളുടെ മിക്ക പോയംസ് ലിറിക്കാണ്. അപ്പൊ ലിറിക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു കാര്യത്തെ കാണുന്നു, അതിനെ പറ്റി എഴുതുന്നു. ഇനി അതിന് വേറൊരു ബ്രാഞ്ച് ഉണ്ട്, ഓഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പോയമാണ്. ഓഡ് അഡ്രസ്ഡ് ടു ദ തിങ് ഇറ്റ് ഡീൽസ് വിത്ത്, അത് അതിനെ അഭിസംബോധന ചെയ്ത് എഴുതാം. ഇപ്പൊ ഡാഫഡിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഡാഫഡിൽസ് നിൽക്കുന്ന കണ്ടു, അവ കാറ്റിന്റെ താളത്തിന് ഡാൻസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതിന് പകരമായിട്ട് ഓ ഡാഫഡിൽസ്, നീ എന്ത് സുന്ദരമായിരിക്കുന്നു, നിന്റെ നൃത്തം അതിമനോഹരമായിരിക്കുന്നു, ഇങ്ങനെ എഴുതി തുടങ്ങിയിരുന്നു എങ്കിൽ അത് ഓടാവും. അതായത് അഭിസംബോധന ചെയ്ത് എഴുതണം. ഇച്ചിരി ഉദാത്തമായ ഭാഷയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്, എങ്കിലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഇതാണ്. അപ്പോഴതിനെ പറ്റി എഴുതുന്നത് മിക്കവാറും ലിറിക്കായിരിക്കും. അതിനെ അഭിസംബോധന ചെയ്ത് എഴുതിയാൽ ഓടാവും. പിന്നെ എപ്പിക്ക് നേരത്തെ പറഞ്ഞു, രാമായണം പോലുള്ള കൃതിയാണ്. സോണറ്റ് ഈസ് എ 14 ലൈൻ പോയം വിത്ത് എ സ്പെഷ്യൽ റൈം സ്കീം. ഒരു 14 വരിയുള്ള കവിതയാണ്. ഒരു പ്രത്യേക റൈം സ്കീമിൽ എഴുതുന്ന ഒരു കവിതയ്ക്കാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപാട് സോണറ്റ് ഉണ്ട്. ഷേക്സ്പിയർ മാസ്റ്ററാണ് സോണറ്റ്സിന്റെ എന്ന് പറയാം. 154 സോണറ്റുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ മറ്റൊന്നാണ് എലിജി. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോയവും വേണമെങ്കിൽ ഒരു എലിജിയുടെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. എലിജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിലാപഗീതമാണ്. എലിജി എന്ന പേരിൽ തന്നെ ഒരു ഫേമസ് പോയം ഇംഗ്ലീഷിലുണ്ട്, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറഞ്ഞു, തോമസ് ഗിരി എഴുതിയിരിക്കുന്നു എലിജി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, സ്റ്റോക്പോജസ് എന്ന് പറയുന്ന ടൗണിലെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നു കൊണ്ട് എഴുതുന്ന ഒരു കവിത. അപ്പോൾ ഇതിനകത്ത് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ അനുഭവിച്ചിരുന്ന അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നു. അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം എന്ന് പറയുന്നു. Full many a gem of purest ray serene, the vast and fathomed caves of ocean bare, full many a flower is born to blush and see, and waste its sweetness in the desert air. ഇതുപോലുള്ള പ്രശസ്തമായ സ്റ്റാൻസസ് ഒക്കെ അതിനകത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പൂക്കൾ, ഫുൾ മെനി എ ഫ്ലവർ ഈസ് ബോൺ ടു ബ്ലഷ് ആൻഡ് സീ, ആരും കാണാതെ വിരിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ആരും അതെടുത്ത് മണപ്പിച്ചിട്ട് നല്ല പൂവെന്നൊന്നും പറയുന്നില്ല, അതിന്റെ മണം ആരും ആസ്വദിക്കുന്നില്ല. അതുപോലെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരുപാട് രത്നങ്ങൾ ഉണ്ടാവും, ആരും അതെടുത്ത് വില പറയുന്നില്ല. കണ്ട, ഇത് അമൂല്യ രത്നമാണ് എന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ അതിന് വിലയില്ലെന്നില്ലല്ലോ. അതുപോലെ ആ പൂക്കൾക്ക് മണമില്ല എന്നില്ല. അപ്പോഴതുപോലെ ആബ്സെൻസ് ഓഫ് ചാൻസ്, അവസരം കിട്ടാത്തത് കാരണം തന്റെ കഴിവുകൾ വിനിയോഗിക്കാൻ പറ്റാതെ പോയവരെ പറ്റി ആ തോമസ് ഗ്രേ അതിനകത്ത് പറയുന്നു. ഫസ്റ്റ് നല്ലൊരു പോയമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. ഇറ്റ് ഈസ് സെഡ് ടു ബി ദ ഫസ്റ്റ് ഡെമോക്രാറ്റിക് പോയം ഇൻ ഇംഗ്ലീഷ്. ആദ്യത്തെ ഒരു ജനാധിപത്യ കവിത എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേസ് എലിജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ്. അപ്പോൾ എലിജി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വിലാപ കാവ്യമാണ്. അതിനൊരു വകഭേദമുണ്ട്. ഫോർ എക്സാമ്പിൾ പാസ്റ്റുൽ എലിജി, ഇടയ വിലാപ കാവ്യം എന്ന് പറയും. മലയാളത്തിൽ ഒരു ഇടയ വിലാപ കാവ്യമുണ്ട്, രമണൻ. ഇടയ വിലാപ കാവ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
എന്തായിരിക്കും അതിനകത്തെ കഥാപാത്രങ്ങൾ എഴുതുന്നയാളും ആരെ പറ്റിയാണോ എഴുതുന്നത് അതും ആട്ടിടയന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ, ആട് മേയ്ക്കുക. അപ്പോഴേ ഹീറോ ചെയ്യുന്ന ജോലി എന്തായാലും, ഇനി ഹീറോ ഡോക്ടറാണെങ്കിൽ എന്തെഴുതി വെക്കും, ആശുപത്രിയിലേക്ക് ആട് മേയ്ക്കാനായിട്ട് പോയി. ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് പാസ്റ്റോറൽ എലിജി, ഇടയവിലാപകാവ്യം. കോളേജിൽ പഠിക്കുന്ന ഹീറോ ആണെങ്കിൽ കോളേജിൽ ആട് മേയ്ക്കാനായിട്ട് പോയി എന്നെഴുതി വെക്കും. അപ്പോഴിങ്ങനെ ആട് മേയ്ക്കാനായിട്ട് പോകുന്നതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എഴുതുന്നതാണ് പാസ്റ്റോറൽ എലിജി. കുറെ കൺവെൻഷൻസ് ഒക്കെ അതിനുണ്ട്, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതാണ്. പിന്നെ അടുത്തതായിട്ട് എലിജി ഡ്രമാറ്റിക് മോണലോഗ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുമ്പോൾ സ്പീച്ച് ബൈ വൺ പേഴ്സൺ ആണ്. ഒരു വ്യക്തി, ഒരു സ്പീച്ച് ആയിരിക്കും, ഒരു വ്യക്തിയുടെ ഒരു സ്പീച്ച് പോലെ കേൾക്കാം. അയാൾ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിലായിരിക്കും, ഒരു പ്രത്യേക അവസ്ഥയിൽ അയാളെ പിടിച്ചിരിക്കും. അതാണ് ഡ്രമാറ്റിക് മോണലോഗിന്റെ പ്രത്യേകത. ബ്രൗണിങ്, റോബർട്ട് ബ്രൗണിങ് എന്ന പോയിട്ടാണ് ഇതിന്റെ പാസ്റ്റ് മാസ്റ്റർ. ബ്രൗണിങ്ങിന്റെ ഒരു പോയമാണ് വേണമെങ്കിൽ മൈ ലാസ്റ്റ് ഡച്ചസ്. ഡ്രമാറ്റിക് മോണലോഗ് എങ്ങനെയിരിക്കും നോക്കാം. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന പോയം. അപ്പോൾ ഇതിനകത്തൊരു പ്രഭുവിന്റെ വീട്ടിലൊരു കല്യാണാലോചനയുമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോഴയാൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രഭു പറയുന്നതാണ് ഈ പ്രതിപാദ്യ വിഷയം. അയാൾ പ്രഭു ഈ വന്നയാളിനെ മുകളിലത്തെ നിലയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്നു. ഞാൻ സാധാരണ രീതിയിൽ ഈ ചിത്രമാരെയും കാണിക്കാറില്ല, പിന്നെ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഈ ചിരി എങ്ങനെ വന്നൊന്നുമില്ല. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ഫോട്ടോ ആണ്. ഇത് എന്റെ ലാസ്റ്റ് ഡച്ചസ് ആണ്, എന്റെ മരിച്ചുപോയ ഭാര്യയാണ്. ചിരി എങ്ങനെ വന്നു നിങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ആ ചിരി വന്നത്, സത്യം പറയട്ടെ, ഭർത്താവാകുന്ന ഞാൻ അടുത്തുള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് ആ പെയിന്റർ, ഈ പെയിന്റ് ചെയ്യാൻ വന്നയാളുണ്ടല്ലോ, പറഞ്ഞു കാണും ഈ ഷാള് നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കാണും ഈ സൗന്ദര്യം ഞാൻ എങ്ങനെ വരച്ചെടുക്കട്ടെ എന്ന്. ഇത്രയും മതി ഇങ്ങനെ ചിരിക്കാൻ. നിങ്ങൾക്കറിയോ, 10,000 വർഷത്തെ കുടുംബ പാരമ്പര്യമൊക്കെ ഉള്ള ഞാൻ കൊണ്ടു കൊടുക്കുന്ന അമൂല്യ രത്നങ്ങൾ, നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രത്നങ്ങളും മറ്റും, അത് കൊണ്ടു കൊടുക്കുമ്പോൾ അവൾ ഇതുപോലെ ചിരിക്കും. പക്ഷേ ഒരു തെരുവ് തെണ്ടി ഒരു പൂ കൊണ്ടു കൊടുത്താൽ അത് വാങ്ങിച്ചിട്ടും അതേപോലെ ചിരിക്കും. 10,000 വർഷത്തെ കുടുംബ മാഹാത്മ്യമുള്ള എന്നെയും ഒരു തെരുവ് തെണ്ടിയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നു. ഇത് കൂടി ഒന്നും എന്തിനു പറയുന്നു? ചിലപ്പോൾ സൂര്യാസ്തമനം കണ്ടാൽ മതി ഇതേപോലെ ചിരിക്കാൻ, ഇതേപോലെ സന്തോഷിക്കാൻ. ഞാനൊരു സാധാരണക്കാരനാണോ? ഒരു പ്രഭു അല്ലേ? എനിക്ക് പറയാൻ പറ്റൂ, നീ വേറെ ആരുടെത്തും നോക്കി ചിരിക്കരുത്, വേറെ ആരെയും കണ്ട് ചിരിക്കരുത്, നീ എന്നെ മാത്രം നോക്കി ചിരിക്കാവൂ, നീ എന്റേതാണ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? എനിക്കാണെങ്കിൽ വലിയ വിലയും നിലയൊക്കെ ഉള്ളതല്ലേ, പറയാൻ പറ്റുന്നില്ല. ഇത് കൂടി വന്നു ഈ ചിരി. അവസാനം ഐ ഗേവ് ഓർഡേഴ്സ്, ഞാൻ ആജ്ഞകൾ കൊടുത്തു. ഓൾ ഹർ സ്മൈൽ സ്റ്റോപ്ഡ് ടുഗദർ. അവരുടെ എല്ലാ ചിരിയും അതോടുകൂടി തീർന്നു. Now she's in the picture. ഇപ്പൊ ചിത്രത്തിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഓർഡർ അനുസരിച്ച് എന്റെ ഭാര്യയെ ഞാൻ കൊന്നു, അല്ലെങ്കിൽ കൊല്ലിപ്പിച്ചു. ഭാര്യ കൊല്ലപ്പെട്ടു, ഭാര്യയെ കൊന്നു. ഇതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിന്തിക്കാം, അതിനെപ്പറ്റി പരിഗണിക്കാം. അപ്പോൾ തൻ്റെ മനസ്സിലുള്ളത് ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ, ഹീറോയുടെ ക്രിട്ടിക്കൽ മൊമെന്റിൽ പറയുന്നു. ഇതാണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്ന പോയട്രിയുടെ പോയം. Now, we are concerned with a poem. ഒരു സാമ്പിൾ പോയം നമുക്കൊന്ന് നോക്കാം. സാമ്പിൾ പോയം. It is about deaths. പോയം എന്ന് പറയുന്നത് ഡെത്തിനെ പറ്റിയാണ്. പോയത്തിനിട്ടിരിക്കുന്ന പേര് ഡെത്ത് ദ ലെവലർ. എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷെർലി. ജെയിംസ് ഷെർലി എഴുതിയിരിക്കുന്ന ഒരു പോയം, ഡെത്ത് ദ ലെവലർ. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വയ്ക്കുക, അല്ലാത്തവർ ഇവിടെ നിന്ന് അയച്ചു തന്ന ഇതില്ലേ പോയത്തിന്റെ നോട്ട്സ്, പോയത്തിന്റെ ഒരു കോപ്പി അയച്ചു തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെത്ത് ദ ലെവലർ. ഡെത്ത് അറിയാലോ, മരണം. ഡെത്ത് വൺ ഓഫ് ദ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഡെത്തിനെ കൺസിഡർ ചെയ്യാം. മച്ച് ക്യാൻ ബി സെഡ് അബൌട്ട് ഡെത്ത്സ്. ഒരുപാട് മരണത്തെ പറ്റി നമുക്ക് ഒരുപാട് പറയാൻ കാണും. There are
ഗുഡ് തിങ്സ് വി ക്യാൻ സേ അബൌട്ട് ഡെത്ത്. മരണത്തെ പറ്റി നല്ലത് പറയാനും ഉണ്ടാവാം. ജെയിംസ് ഷിർലി ഹിയർ സെസ്, ഡെത്ത് ദ ലെവലർ. ലെവലർ മീൻസ് വൺ ഹു ലെവൽസ്, നിരപ്പാക്കുന്നത്, നേരെയാക്കുന്നത്. എല്ലാറ്റിനെയും നേരെയാക്കുന്ന, നിരപ്പാക്കുന്ന ഒന്നാണ് ഡെത്ത്. അപ്പോഴും മരണം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിരപ്പാക്കുന്നു. ഇതാണ് ആ പോയത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഡെത്ത് ദ ലെവലർ. വൺ ഓഫ് ദ ഇംപ്രസീവ് പോയിന്റ്സ്. വളരെ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കവിതയാണെന്ന് പറയാം. അപ്പോഴ് ബിഫോർ ഡെപ്സ് നത്തിങ് ഈസ് സബ്സ്റ്റാൻഷ്യൽ. മരണത്തിന്റെ മുമ്പിൽ ഒന്നും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടില്ല. ഇതാണ് പ്രതിപാദ്യ വിഷയം പറയാൻ പോകുന്നത്. അപ്പോഴ് അതിനു മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തോമസ് ഗ്രേയുടെ എലിജി എന്നൊരു പോയത്തെ പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ആ എലിജി എന്ന പോയത്തിൽ ഒരു ലൈനുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയത്തിലല്ല, എലിജി എന്നുള്ള നേരത്തെ പറഞ്ഞതിനകത്ത്, ദ പാത്സ് ഓഫ് ഗ്ലോറി lead but to the grave. The paths of glory lead but to the grave. Paths of glory lead but to the grave. അപ്പോഴ് ഐശ്വര്യത്തിലേക്കുള്ള, മാഹാത്മ്യത്തിലേക്കുള്ള സകല വഴികളും ചെന്ന് അവസാനിക്കുന്നത് ശവക്കല്ലറയിലേക്കാണെന്ന് നീ ഓർക്കുക. ദ പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദ ഗ്രേവ്. ഇത് തോമസ് ഗ്രേയുടെ എലിജി എന്ന പോയത്തിനകത്തുള്ളതാണ്. അതിലെ ലൈൻസ് ആയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ഫുൾ മെനി എ ജെം ഓഫ് പ്യൂറസ്റ്റ് റേസറി, the vast and fathomed caves of ocean bare, full many a flower is born to blush unseen and waste its sweetness in the desert air. അതുപോലുള്ള പ്രശസ്തമായ ലൈനുകളൊക്കെ അടങ്ങിയ പോയമാണ് മിക്ക ലൈൻസും. വളരെ പ്രശസ്തമായി മാറി അതിനകത്തുള്ള മിക്ക ലൈൻസ്. അപ്പോഴ് ദ പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദ ഗ്രേവ്. ഐശ്വര്യത്തിലേക്കുള്ള സകല വഴികളും ചെന്ന് അവസാനിക്കുന്നത് മരണത്തിലേക്കാണെന്ന് നീ ഓർക്കുക. ദ മാൻ ഹൂ gathers, the man who collects much riches, much cash, for example, ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന വ്യക്തി, വൺ ഹൂ ഈസ് ആഫ്റ്റർ മണി, പണത്തിന്റെ പിന്നാലെ പോകുന്ന വ്യക്തി, one who is a worshipper of Mammon, god of wealth, പണത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, one who amasses, one who gathers much wealth, ഒരുപാട് ധനം സമ്പാദിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന വ്യക്തി, and the beggar, ആ തെരുവ് തെണ്ടി, all alike, എല്ലാം ഒരുപോലെയാണ്. ബിഫോർ ഡെത്ത്, മരണത്തിന്റെ മുമ്പിൽ ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യാസമില്ല. The king and the beggar are equal before death. The black and the white are equal before death. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും. കറുത്ത വർഗ്ഗക്കാരെ കാണുമ്പോൾ അവരെ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലണം എന്നൊക്കെ തോന്നുന്ന വെളുത്ത വർഗ്ഗക്കാരും, ചില ആൾക്കാരില്ല, അവരെല്ലാം ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാവരും സത്യത്തിൽ എന്താണ്? മരണത്തിന്റെ മുമ്പിൽ ഒന്നാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒക്കെ തന്നെ, they are all equal before death. One who has immense wealth, ഒരാൾക്ക് ഒരുപാട് പണം കണ്ടേക്കാം. one may be a beggar, ഒരാളൊരു ഭിക്ഷക്കാരനായിരിക്കാം. They are all equal before death. ഇവരൊക്കെ തന്നെ മരണത്തിന്റെ മുമ്പിൽ തുല്യരാണ്. Death makes no distinction. മരണം എന്ന് പറയുന്നത് makes no distinction, ഒരു വ്യത്യാസവും കൊണ്ടുവരത്തില്ല between the rich and the poor. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നും ഒരു വ്യത്യാസവും കൊണ്ടുവരത്തില്ല. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലെവലർ, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റ്. സത്യത്തിൽ യഥാർത്ഥ ജനാധിപത്യവാദി എന്ന് പറയുന്ന മരണമാണ്. നമ്മളിപ്പോ ജനാധിപത്യ രാജ്യമാണെന്ന് ഇന്ത്യ പറയുന്നു, ബട്ട് വി നോ, എന്നാലും നമുക്കറിയാം സം ആർ മോർ പവർഫുൾ. ചില ആൾക്കാർ നമ്മളെക്കാൾ ശക്തരാണ്. യഥാർത്ഥ ഡെമോക്രസി ഒന്നും അവിടെ ഇല്ല, അല്ലേ?
യഥാർത്ഥ ജനാധിപത്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. മരണം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡെമോക്രാറ്റാണ്. വൺ ഹു ഈസ് ബോൺ ക്യാൻ നോട്ട് ബട്ട് ഡൈ. ഒരാൾ ജനിച്ചാൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മരിച്ചേ പറ്റുള്ളൂ. ഹൗ വെൽത്തി ഹി ഈസ്, ഹൗ ഇൻഫ്ലുവൻഷ്യൽ ഹി ഈസ്, ഹൗ പവർഫുൾ ഹി ഈസ്, എത്ര ശക്തനായാലും എത്ര സ്വാധീനമുണ്ടെങ്കിലും അയാൾക്ക് മരിച്ചേ പറ്റൂ. One cannot say, I am the prime minister, I am the president, so I will not die. No. ഒരാൾക്കും പറയാൻ പറ്റത്തില്ല ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ മരിക്കത്തില്ല എന്ന് പറയാൻ പറ്റൂ. ഐ എം എ മിനിസ്റ്റർ, ഞാൻ മന്ത്രിയാണ്, ഞാൻ മരിക്കത്തില്ല എന്ന് പറയാൻ പറ്റൂ? നോ. All are equal before death. Even the worm, പുഴു മുതൽ, even the worm and the crown and glory of creation man, ക്രൗൺ ആൻഡ് ഗ്ലോറി ഓഫ് ക്രിയേഷൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ വരെ എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ ഒന്ന് തന്നെയാണ്. മരണം ഇവരൊക്കെ തന്നെ ഒരേപോലെ കൺസിഡർ ചെയ്യുന്നു. ഇത് ആദ്യത്തെ ലൈൻസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. Scepter and crown must tumble down, and in the dust be equal made with the poor, crooked, scythe and spade. Stanza onnodu nokki. The glories of our blood and state are shadows, not substantial things. The glories of our blood and state are shadows, not substantial things. There is no armor against fate. There is no armor against fate. Death lays his icy hands on kings. Death lays his icy hands on kings, hand on kings. Scepter and crown must tumble down. Scepter and crown must tumble down, and in the dust be equal made. And in the dust be equal made with the poor, crooked, scythe and spade. With the poor, crooked, scythe and spade. But the poem is about death. Death is called The Great Leveler by James Shirley. James Shirley is supposed to be, James Shirley is the last of the Elizabethans. Queen Elizabethന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് ജെയിംസ് ഷെർലി. അപ്പോൾ ഇംഗ്ലീഷ് ഡെത്ത് ദ ലെവലർ, മരണത്തെ പറ്റിയാണ്. ഡെത്ത് ഈസ് ഓഫ് കോഴ്സ് ഗ്ലോറിയസ്, ദ ഗ്ലോറി ഓഫ് ഡെത്ത്. ഡെത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയാണ്. തോമസ് ഗ്രേ ഹാഡ് ഓൾറെഡി സ്റ്റേറ്റഡ്, ഓർ തോമസ് ഗ്രേ says, the paths of glory lead but to the grave. ഐശ്വര്യത്തിലേക്കുള്ള സകല വഴികളും ചെന്ന് അവസാനിക്കുന്നത് മരണത്തിലേക്കാണ്. എന്തൊക്കെ നമ്മൾ നേടിയെടുത്താലും നമ്മൾ മരിച്ചേ പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കി, the glories of our blood and state are shadows. Glories ആ മഹാത്മ്യങ്ങൾ, glories of our blood and state, കുടുംബ മഹാത്മ്യങ്ങൾ, ബ്ലഡ് ഫാമിലി, ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് സ്ഥാനമാനങ്ങൾ. The glories of our blood and state are shadows. കുടുംബ മഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും വെറും നിഴലുകളാണ്. The glories of our blood and state are shadows, not substantial things. ഇവയൊന്നും പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. The glories of our blood and state are shadows, not substantial things. The glories of our blood and state are shadows, not substantial things. Okay, the idea itself is great. ആശയം എന്ന് പറയുന്നത് തന്നെ മഹത്തരമാണ്. കവിതാ രൂപത്തിൽ അല്ലെങ്കിൽ പോലും ആശയത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നല്ല ആശയം. The glories of our blood and state, കുടുംബ മാഹാത്മ്യങ്ങളും ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് സ്ഥാനമാനങ്ങളും സത്യത്തിൽ എന്താണ്? ഷാഡോസ്, നിഴലുകളാണ്. നിഴലിന് നിലനിൽപ്പില്ലല്ലോ, അറിയാലോ. ഷാഡോസ് നിഴലാണ്.
അപ്പോഴും നിഴലാണ്. സാധാരണ ഈ കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് കുറെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്കും. നിനക്കറിയാലോ, സിമിലി, ഉപമ കേട്ടിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുണ്ടാവും. ഉപമ, സിമിലി. അപ്പോൾ സിമിലി സത്യത്തിൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തെ വേറൊന്നിനോട് താരതമ്യം ചെയ്ത് എഴുതുന്നതാണ് സിമിലി. ഉപമ ഒന്നിനോട് ഒന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാണ്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം. അപ്പോൾ മന്നവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അയാളുടെ മുഖശ്രീ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനുവേണ്ടി കമ്പയർ ചെയ്യുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന്. മന്നവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം. അപ്പോഴിങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തോട് ഉപമിച്ചുകൊണ്ട്, അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് വിവരിക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. അപ്പോഴങ്ങനെ സിമിലി ആയിരുന്നു കവി ഉപയോഗിച്ചതെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ലൈക്ക് ഷാഡോസ് എന്ന് പറയണമായിരുന്നു. ആർ ലൈക്ക് ഷാഡോസ്, നിഴലുകൾ പോലെയാണെന്ന് പറയണം. ഇവിടെ നിഴലുകൾ പോലെ എന്ന് പറഞ്ഞില്ല, നിഴലാണെന്ന് പറഞ്ഞു. ആർ ഷാഡോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആർ ഷാഡോസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് സിമിലി അല്ല, മറ്റൊരു അലങ്കാരമാണ് കോമൺ ആയിട്ടുള്ളത്, മെറ്റഫർ, രൂപകം. രൂപകമാണ്, രൂപകാലങ്കാരം. ഇപ്പോഴും മെറ്റഫർ എന്ന് പറയുമ്പോൾ എ ഈസ് ലൈക്ക് ബി എന്ന് പറയുന്നതിന് പകരം എ ഈസ് ഈക്വൽ ടു ബി, എയും ബിയും ഒന്നാണെന്ന് പറയും. ഇതാണ് മെറ്റഫർ. ഇപ്പോഴും മെറ്റഫറിന് എക്സാമ്പിളാണ്. അവർണ്യവും വർണ്യവും തമ്മിൽ ഇവിടെ വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇതാണ് മെറ്റഫറിന്റെ പ്രത്യേകത. അപ്പോഴത് തന്നെയാണ് ഇതെന്ന് പറയും. രൂപകാലങ്കാരം, മെറ്റഫർ. അവർണ്യത്തോട് വർണ്യത്തിന് അഭേദം ചൊൽക രൂപകം എന്നാണ് തോന്നുന്നത്. അവർണ്യത്തോട് വർണ്യത്തിന് അഭേദം ചൊൽക രൂപകം. അവർണ്യവും വർണ്യവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നതാണ് രൂപകാലങ്കാരം. ഇവിടെ കണ്ട ബ്ലഡ് സ്റ്റേറ്റ്. അപ്പോഴൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ. ഇപ്പോഴേതെങ്കിലും ഒരു പോയത്തിൽ നിന്ന് ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം. വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ. ലൈൻ തന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്. ഇപ്പോഴും നമ്മൾ എഴുതണം, ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഈസ് മെറ്റഫർ. രൂപകാലങ്കാരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഈസ് മെറ്റഫർ. അപ്പോഴും ഫസ്റ്റ് ലൈൻസ്, ഫസ്റ്റ്, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. The glories of our blood and state are shadows, not substantial things. കുടുംബ മാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും വെറും നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, അവയൊന്നും പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളേ അല്ല. There is no armor against fate. There is no armor against fate. Armor, പടച്ചട്ട, സംരക്ഷണ കവചം. There is no armor against fate. Fate here simply stands for death. Death, that is fated. വിധിക്കപ്പെട്ടതാണ് മരണം. നമുക്ക് മോചനമില്ലാത്തതാണ്. ഇപ്പോഴും മരണം എന്ന് പറയുന്നത് വിധിയാണ്, വിധിക്കപ്പെട്ടതാണ്. ഡെത്ത് എന്ന് പറയുന്നത് ഫേറ്റലാണ്, മരണം വിധിയാണെന്ന് ഒരുപാട് രീതിയിൽ പറയും. ഇവിടെ ഇപ്പോൾ മരണം എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് there is no escape from death. There is no armor against fate എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? There is no escape from death. മരണത്തിനെതിരെ എന്ത് പടച്ചട്ട ധരിച്ചിട്ടും ഒരു കാര്യമില്ല. പണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ പട്ടാളക്കാർ അമ്പ് വന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പടച്ചട്ട ധരിച്ചേക്കും, അറിയാലോ. അപ്പോൾ പടച്ചട്ടകൾ ഒന്നുമില്ല എന്തിനെതിരെ? ഫേറ്റ്, വിധിക്കെതിരെ. There is no, അതായത് മരണത്തിനെതിരെ. There is no armor against fate. The glories of our blood and state are shadows, not substantial things. James Shirley, the last of the Elizabethans, the poet, says that. And the glories of our blood and state are mere shadows. നമ്മളുടെ കുടുംബമാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ തന്നെ വെറും നിഴലുകളാണ്.
ദർ ഇസ് നോ ആമർ എഗൻസ്റ്റ് ഫേറ്റ്. വിധിക്കെതിരായിട്ട് ഒരു പടച്ചട്ടയും ഇല്ല. ദർ ഇസ് നോ ആമർ എഗൻസ്റ്റ് ഫേറ്റ്.